വയനാട് ബത്തേരിയിലെ ഹേമചന്ദ്രൻ കൊലപാതക കേസിലെ കാർ കണ്ടെത്തി. നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് കണ്ടെത്തിയത്. മലപ്പുറം സ്വദേശിക്ക് പണയത്തിന് കൊടുത്തതായിരുന്നു. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇതിലിപ്പോൾ നൌഷാദ് ഈ കാര്യങ്ങളൊന്നും ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഈ കാർ കണ്ടെത്തിയിരിക്കുന്നു, നിർണായകമായൊരു തെളിവാണല്ലോ അത്. അനുജ, ഈ കാർ കണ്ടെത്തുന്നതും പോലീസിനെ സംബന്ധിച്ച് ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം കാറുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും നൌഷാദ് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളിലൂടെയാണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ അന്വേഷണ സംഘം ഈ കാർ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. കാരണം ഈ കാറിലാണ് ഹേമചന്ദ്രന്റെ മൃതദേഹം ഒളിപ്പിക്കുകയും പിന്നീട് അത് കൊണ്ടുപോയി മറവ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. നൌഷാദിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള KL 10 AZ 6449 എന്ന നമ്പറിലുള്ള മാരുതി സിയാസ് കാറാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് മലപ്പുറം ജില്ലക്കാരന് ഒരു പണയത്തിന് നൽകിയിട്ടുള്ളതായിരുന്നു നൌഷാദ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ശ്രമകരമായിട്ടാണ് പോലീസ് ഈ കാർ കണ്ടെത്തിയിട്ടുള്ളത്. കാർ ഇനി വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം സൂക്ഷിച്ച കാറിന്റെ ഡിക്കിക്കുള്ളിൽ പെയിന്റ് അടിച്ചതായുള്ള ഒരു സംശയം ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തണം. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നൌഷാദ് ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഒരു തരത്തിലുള്ള സഹകരണവും നൌഷാദിന്റെ ഉണ്ടായിട്ടില്ല. താനല്ല ഈ കൊലപാതകം ചെയ്തത് എന്ന മൊഴി അത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഹേമചന്ദ്രൻ തൂങ്ങി മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മൃതദേഹം താനാണ് കുഴിച്ചിട്ടത് എന്ന കാര്യം സമ്മതിക്കുന്നുണ്ട്. എന്നാൽ താനല്ല ഇത്തരത്തിൽ കൊല ചെയ്തത് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നൌഷാദ്. അതിനിടയിലാണ് ഈ കാറ് കണ്ടെത്തി എന്ന പ്രത്യേകതയും. ശരി, വയനാട് ബത്തേരിയിലെ ഹേമചന്ദ്രൻ കൊലക്കേസിലെയാണ് നിർണായകമായ ഒരു തെളിവ് കാർ കണ്ടെത്തിയത്.